ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം. യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ, യോസേഫിന് 17 വയസ്സായപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാരോട് കൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തൻ്റെ അപ്പൻ്റെ ഭാര്യമാരായ ബിൽഹയുടെയും സിൽപ്പയുടെയും പുത്രന്മാരോടുകൂടെ ഇരുന്നു. അവരെക്കുറിച്ചുള്ള ദുശ്രുതി യോസേഫ് അപ്പനോട് വന്ന് പറഞ്ഞു. യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രയേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. ഒരു നിലയങ്കി അവൻ ഉണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റു നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്കു നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചു. അവനോട്, നീ ഈ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. അവൻ്റെ സഹോദരന്മാർ അപ്പൻ്റെ ആടുകളെ മേയ്പ്പാൻ ഷേഖേമിൽ പോയിരുന്നു. ഇസ്രയേൽ യോസേഫിനോട്, നിന്റെ സഹോദരന്മാർ ഷേഖേമിൽ ആട് മേയ്ക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കും എന്ന് പറഞ്ഞതിന് അവൻ അവനോട്, ഞാൻ പോകാം എന്ന് പറഞ്ഞു. അവൻ അവനോട്, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ? ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്നു വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവൻ ഷേഖേമിൽ എത്തി. അവൻ വെളിമ്പ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ടു. നീ എന്ത് അന്വേഷിക്കുന്നു എന്നവനോട് ചോദിച്ചു. അതിനവൻ, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു. അവർ എവിടെ ആടുമേയിക്കുന്നു എന്ന് എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവർ ഇവിടെ നിന്ന് പോയി, നാം ദോഥാനിലേക്ക് പോക എന്നവർ പറയുന്നത് ഞാൻ കേട്ടു എന്നവൻ പറഞ്ഞു. അങ്ങനെ യോസേഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ചു ചെന്ന് ദോഥാനിൽ വെച്ച് കണ്ടു. അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടുകളക. ഒരു ദുഷ്ടമൃഗം അതിനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. രൂബേൻ അത് കേട്ടിട്ട്, നാം അവന് ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞു. അവനെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പൻ്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂബേൻ അവരോട്, രക്തം ചൊരിയിക്കരുത്. നിങ്ങൾ അവൻ്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുവിൻ എന്ന് പറഞ്ഞു. യോസേഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കി അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു. അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി. ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപശയും സന്യനായകവും ഒട്ടകപ്പുറത്തു കയറ്റി മിസ്രയീമിലേക്ക് കൊണ്ടുപോകുന്ന ഇശ്മേല്യരുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു. അപ്പോൾ യഹൂദ തൻ്റെ സഹോദരന്മാരോട്, നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവന് രക്തം മറച്ചിട്ട് എന്തുപകാരം? വരുവിൻ, നാം അവനെ ഇശ്മാല്യർക്ക് വിൽക്കുക. നാം അവൻ്റെ മേൽ കൈവയ്ക്കരുത്. അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. മിദ്യാന കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസേഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇശ്മാല്യർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവർ യോസേഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. രൂബേൻ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസേഫ് കുഴിയിൽ ഇല്ല എന്നു കണ്ട് വസ്ത്രം കീറി. സഹോദരന്മാരുടെ അടുക്കൽ വന്നു, ബാലനെ കാണുന്നില്ലല്ലോ,
ഞാൻ ഇനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു. പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്നു യോസേഫിൻ്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി. അവർ നിലയങ്കി തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് നിന്റെ മകൻ്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. അവനത് തിരിച്ചറിഞ്ഞു, ഇതെൻ്റെ മകൻ്റെ അങ്കി തന്നെ. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു, യോസേഫിനെ പറിച്ചു കീറിപ്പോയല്ലോ എന്ന് പറഞ്ഞു. യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ മിദ്യാന്യർ അവനെ മിസ്രയീമിൽ ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫറിന് വിറ്റു. ഉൽപ്പത്തി പുസ്തകം 38 അധ്യായം. അക്കാലത്ത് യഹൂദ തൻ്റെ സഹോദരന്മാരെ വിട്ടു ഹീര എന്നു പേരുള്ള ഒരു അതുല്യാമിൻ്റെ അടുക്കൽ ചെന്നു. അവിടെ ശൂവ എന്നു പേരുള്ള ഒരു കനാനിൻ്റെ മകളെ കണ്ടു. അവളെ പരിഗ്രഹിച്ചു, അവളുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. അവന് ഏർ എന്നു പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. അവന് ഓനാൻ എന്നു പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. അവന് ഷേല എന്നു പേരിട്ടു. അവൾ ഇവനെ പ്രസവിച്ചപ്പോൾ അവൻ കെസീബിൽ ആയിരുന്നു. യഹൂദ തൻ്റെ ആദ്യജാതനായ ഏരിന് താമാർ എന്നു പേരുള്ള ഒരു ഭാര്യയെ എടുത്തു. യഹൂദയുടെ ആദ്യജാതനായ ഏർ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് യഹോവ അവനെ മരിപ്പിച്ചു. അപ്പോൾ യഹൂദ ഓനാനോട്, നിന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവളോട് ദേവരധർമ്മം അനുഷ്ഠിച്ചു ജ്യേഷ്ഠൻ്റെ പേർക്ക് സന്തതിയുളവാക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ആ സന്തതി തൻ്റേതായിരിക്കുകയില്ല എന്ന് ഓനാൻ അറിയുകൊണ്ട് ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നപ്പോൾ ജ്യേഷ്ഠന് സന്തതിയെ കൊടുക്കാതിരിക്കേണ്ടതിന് നിലത്തു വീഴ്ത്തിക്കളഞ്ഞു. അവൻ ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇവനെയും മരിപ്പിച്ചു. അപ്പോൾ യഹൂദ തൻ്റെ മരുമകളായ താമാരോട്, എൻ്റെ മകൻ ഷേല പ്രാപ്തിയാകുവോളം നീ അപ്പൻ്റെ വീട്ടിൽ വിധവയായി പാർക്ക എന്ന് പറഞ്ഞു. സഹോദരന്മാരെ പോലെ മരിച്ചു പോകരുത് എന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ താമാർ അപ്പൻ്റെ വീട്ടിൽ പോയി പാർത്തു. കുറേ കാലം കഴിഞ്ഞിട്ട് ശൂവയുടെ മകൾ യഹൂദയുടെ ഭാര്യ മരിച്ചു. യഹൂദയുടെ ദുഃഖം മാറിയ ശേഷം അവൻ തൻ്റെ സ്നേഹിതൻ അതുല്യാമിനായ ഹീരായോടുകൂടെ തൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് പോയി. നിന്റെ അമ്മായപ്പൻ തൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് തിമ്നയ്ക്ക് പോകുന്നു എന്ന് താമാരിന് അറിവ് കിട്ടി. ഷേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈദവ്യ വസ്ത്രം മാറ്റിവെച്ചു. ഒരു മൂടുപടം മൂടി പുതച്ച് തിമ്നയ്ക്ക് പോകുന്ന വഴിക്കുള്ള എനയീം പട്ടണത്തിൻ്റെ ഗോപുരത്തിൽ ഇരുന്നു. യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരുന്നത് കൊണ്ട് ഒരു വേശ്യ എന്ന് നിരൂപിച്ചു. അവൻ വഴിയരികെ അവളുടെ അടുക്കിലേക്ക് തിരിഞ്ഞു. തൻ്റെ മരുമകൾ എന്നറിയാതെ, വരിക, ഞാൻ നിൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ അടുക്കൽ വരുന്നതിന് നീ എനിക്ക് എന്തു തരും എന്നവൾ ചോദിച്ചു. ഞാൻ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു കോലാട്ടിൻകുട്ടിയെ നിനക്ക് കൊടുത്തയക്കാം എന്ന് അവൻ പറഞ്ഞു. നീ കൊടുത്തയക്കുവോളത്തിന് ഒരു പണയം തരുമോ എന്നവൾ ചോദിച്ചു. എന്തു പണയം തരയണം എന്നവൻ ചോദിച്ചതിന്, നിന്റെ മുദ്രമോതിരവും മോതിരച്ചരടും നിന്റെ കയ്യിലെ വടിയും എന്നവൾ പറഞ്ഞു. ഇവ അവൾക്ക് കൊടുത്തു. അവൻ അവളുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. പിന്നെ അവൾ എഴുന്നേറ്റ് പോയി തൻ്റെ മൂടുപടം നീക്കി വൈദവ്യ വസ്ത്രം ധരിച്ചു. സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണയം മടക്കി വാങ്ങേണ്ടതിന് യഹൂദ അതുല്യാമനായ സ്നേഹിതൻ്റെ കൈവശം ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. അവൻ അവളെ കണ്ടില്ല താനും. അവൻ ആ സ്ഥലത്തെ ആളുകളോട്, ഏനയീമിൽ വഴിയരികെ ഇരുന്ന വേശ്യ എവിടെയെന്ന് ചോദിച്ചതിന്, ഇവിടെ ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറഞ്ഞു. അവൻ യഹൂദയുടെ അടുക്കൽ മടങ്ങി വന്നു. ഞാൻ അവളെ കണ്ടില്ല, ഈ സ്ഥലത്ത് ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ, നമുക്ക് അപകീർത്തി ഉണ്ടാകാതിരിപ്പാൻ അവൾ അത് എടുത്തുകൊള്ളട്ടെ, ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചുവല്ലോ, നീ അവളെ കണ്ടില്ല താനും എന്ന് പറഞ്ഞു.
ഏകദേശം 3 മാസം കഴിഞ്ഞിട്ട് നിന്റെ മരുമകൾ താമാർ പരസംഗം ചെയ്തു, പരസംഗത്താൽ ഗർഭിണിയായിരിക്കുന്നു എന്ന് യഹൂദയ്ക്ക് അറിവ് കിട്ടി. അപ്പോൾ യഹൂദ അവളെ പുറത്തു കൊണ്ടുവരുവിൻ, അവളെ ചുട്ടുകളയണം എന്ന് പറഞ്ഞു. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ അമ്മായിയപ്പൻ്റെ അടുക്കൽ ആളയച്ചു. ഇവയുടെ ഉടമസ്ഥനായ പുരുഷനാലാകുന്നു ഞാൻ ഗർഭിണിയായിരിക്കുന്നത്. ഈ മോതിരവും മോതിരച്ചരടും വടിയും ആർക്കുള്ളത് എന്ന് നോക്കി അറിയണം എന്നു പറയിച്ചു. യഹൂദ അവയെ അറിഞ്ഞു. അവൾ എന്നിലും നീതിയുള്ളവൾ, ഞാൻ അവളെ എൻ്റെ മകൻ ഷേലാവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതിൽ പിന്നെ അവളെ പരിഗ്രഹിച്ചതുമില്ല. അവൾക്ക് പ്രസവകാലമായപ്പോൾ അവളുടെ ഗർഭത്തിൽ ഇരട്ടപ്പിള്ളകൾ ഉണ്ടായിരുന്നു. അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള കൈ പുറത്തു നീട്ടി. അപ്പോൾ സൂതികർമ്മിണി ഒരു ചുവന്ന നൂലെടുത്ത് അവൻ്റെ കൈക്കു കെട്ടി, ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞു. അവനോ ആ കൈ പിന്നെയും അകത്തേക്ക് വലിച്ചു. അപ്പോൾ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. നീ ഛിദ്രം ഉണ്ടാക്കിയത് എന്ത് എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവന് പെരസ് എന്ന് പേരിട്ടു. അതിൻ്റെ ശേഷം കൈമേൽ ചുവന്ന നൂലുള്ള അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവന് സേരഹ് എന്ന് പേരിട്ടു. സങ്കീർത്തനങ്ങൾ 23. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സങ്കീർത്തനങ്ങൾ 24. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സു വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരുപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരുപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് യേശു ഗലീല വിട്ടു. യോർദാൻ അക്കരെ യഹൂദ്യ ദേശത്തിൻ്റെ അതിരോളം ചെന്നു. വളരെ പുരുഷാരം അവനെ പിൻചെന്നു. അവൻ അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഏതു കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവരും വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച്
മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, വരം ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ഡന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്. സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ കൈവച്ചു പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു. പിന്നെ അവിടെ നിന്ന് യാത്രയായി. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേയുള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്ക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്ക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണൻ ആകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളവ വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. യേശു തൻ്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയൂടെ കടക്കുന്നത് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്കു കഴിയും എന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്തു കിട്ടും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. എങ്കിലും മുൻപന്മാർ പലർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകും.